നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വണ്ടികളുടെ ഇൻഷുറൻസ് നമ്മുടെ മൊബൈലിൽ തന്നെ ഓൺലൈനായിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. ഇതിനായി നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയെ കണ്ട് അല്ലെങ്കിൽ അവിടെ പോയി നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അടച്ചു തരും. പക്ഷേ നമുക്ക് അവരുടെ ഒരു ചെറിയൊരു എമൗണ്ട് അവർക്ക് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് നിങ്ങൾ കമ്മീഷനൊന്നും കൊടുക്കേണ്ട, നേരിട്ട് നിങ്ങൾക്ക് ആ സൈറ്റിൽ തന്നെ പോയി, അതായത് ഏത് ഇൻഷുറൻസ് ആണോ നിങ്ങൾക്ക് അടയ്ക്കേണ്ടത് ആ ഇൻഷുറൻസിൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. എത്രയോ എമൗണ്ട് കുറവാണ് ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത്. കാരണം ഞാൻ പുറത്തു പോയി അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ച് അവരോട് ചോദിച്ചു എത്രയാണ് എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അവർ 2000 രൂപ പറഞ്ഞ സ്ഥലത്ത് ഞാനിത് സ്വന്തം അടയ്ക്കുന്ന സമയത്ത് എനിക്ക് 1500 രൂപ മാത്രമേ എമൗണ്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ മൊബൈലിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടികളുടെ ഇൻഷുറൻസ് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ അടയ്ക്കുന്നതിന് വേണ്ടി 2 രീതികളാണുള്ളത്. അതായത് ഒന്ന്, പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ പോയി വെബ്സൈറ്റ് എടുത്തുകൊണ്ട് വെബ്സൈറ്റ് വഴിയും നമുക്ക് പ്രീമിയം അടയ്ക്കാൻ സാധിക്കുന്നതാണ്, ഏറ്റവും വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ. ആദ്യമായി പ്ലേ സ്റ്റോർ എടുക്കുക. അതിൻ്റെ സെർച്ച് ബാറിൽ പോളിസി ബസാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോളിസി ബസാർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് PB എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അത് ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് ഓപ്പൺ കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ വാട്സപ്പ് വഴി പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. അതായത് ലോഗിൻ ചെയ്യണമെങ്കിൽ വാട്സപ്പ് വഴി ഒരു OTP വന്ന് നമുക്ക് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നേരിട്ട് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഈ 2 രീതികളിലും ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ലോഗിൻ വിയ മൊബൈൽ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു OTP നമ്മുടെ ഈ മൊബൈൽ നമ്പറിലേക്ക് വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാലിഡേറ്റ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും ചോദിക്കുന്നതാണ്. അത് അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഈ ഏരോ കീ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മന്ത് സെലക്ട് ചെയ്യുക. നമ്മൾ 0 കൂട്ടി വേണം ടൈപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് 2 ലെറ്ററാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ ഇയർ ചോദിക്കുന്നുണ്ട്. ഇയർ എന്നാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വയസ്സൊക്കെ ഇവിടെ സൈഡിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഏരോ കീ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മെയിലാണോ ഫീമെയിലാണോ അതർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. മെയിൽ എന്നുള്ളത് ടിക്ക് ചെയ്തു. അതിനുശേഷം ഏരോ കീ ഒന്നുകൂടെ അമർത്തുന്നു. ഇപ്പോൾ സിംഗിൾ ആണോ മാരീഡ് ആണോ ഡൈവോഴ്സ്ഡ് ആണോ വിഡോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിലേതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഏരോ കീ അമർത്തുക. ഇപ്പം നമ്മൾ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആപ്ലിക്കേഷൻ മുഖേനയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ സെർച്ച് ബാറിൽ പോളിസി ബസാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ കാണുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അവിടെ ഏറ്റവും മുകളിലായിട്ട് സൈൻ ഇൻ കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക.
സൈൻ ഇൻ വിത്ത് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ സെക്കൻഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണം. കൺഫേം OTP എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഗൂഗിൾ ക്രോം വഴി പോളിസി ബസാർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 രീതിയാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. പ്ലേ സ്റ്റോറിൽ വന്നും അതേപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തും വെബ്സൈറ്റ് കണ്ടുപിടിച്ചും ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ എങ്ങനെയാണ് അടയ്ക്കുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. നേരെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഈ ഓപ്ഷനുകളിൽ കാർ ഇൻഷുറൻസ് ഉണ്ട് 4-മതായി കാണുന്നത്. അതിൻ്റെ താഴത്തെ ലൈനിൽ 2 വീലർ ഇൻഷുറൻസ് ഉണ്ട്. പൊതുവേ നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ഇൻഷുറൻസ് എടുക്കാനായിട്ടുള്ളത് വെഹിക്കിളിൻ്റെ. അപ്പോൾ കാറിൻ്റെതും 2 വീലറിൻ്റെതും ഒരേ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ കാറിൻ്റെത് 85% ഡിസ്കൗണ്ട് പറയുന്നുണ്ട്. അപ്പോൾ വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ നോക്കുന്നത് 2 വീലറിൻ്റെ ഇൻഷുറൻസ് ആണ്. അപ്പോൾ നമുക്ക് 2 വീലർ ഇൻഷുറൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കാറിൻ്റെതാണെങ്കിൽ കാർ ഇൻഷുറൻസ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 2 വീലറിൻ്റെത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് 60 സെക്കൻഡ്സ് മതി നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പെർ ഡേ ₹1.30 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ ഡേക്കുള്ള ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ താഴെ എൻ്റർ ബൈക്ക് നമ്പർ എന്ന് പറയുന്ന ഈ കോളത്തിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ താഴെ കാണുന്ന വ്യൂ പ്രൈസസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലൂ കളറിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ബൈക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടിയുടെ പേരും അതേപോലെ തന്നെ ഏത് വർഷമാണ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പ്ലാൻ ടൈപ്പ് കോംപ്രഹെൻസീവ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന വേറെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. കോംപ്രഹെൻസീവ് ആണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തേർഡ് പാർട്ടി മതിയെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിവിടെ കോംപ്രഹെൻസീവ് തന്നെ സെലക്ട് ചെയ്തു. ഇവിടെ 2 കമ്പനികളാണ് നമുക്ക് ഇൻഷുറൻസ് തരാൻ തയ്യാറായി നിൽക്കുന്നത്. അതായത് ആദ്യത്തേത് നാഷണൽ ഇൻഷുറൻസ്, അതിൻ്റെ IDV 25,000 ആണ് കാണിക്കുന്നത്. അതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് ഒരു വർഷത്തേക്ക് 1421 മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെത് IDV 42,000 കാണിക്കുന്നതെങ്കിലും 1599 ഇൻഷുറൻസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ നോട്ട് ഇൻ എ ഹറി എക്സ്പ്ലോർ മോർ പ്ലാൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് ഇൻഷുറൻസ് ആണ് ഇതിൻ്റെ മുന്നേ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് അറിയുമെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയുന്ന 3-മത്തെ ഓപ്ഷനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് കമ്പനികളുടെ ഇൻഷുറൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എമൗണ്ട് ഏറ്റവും കുറവ് നാഷണൽ ഇൻഷുറൻസ് 1393 മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്നു. അപ്പോൾ റിലയൻസിൻ്റെതുണ്ട്, അവിടെ 1559 SBI പറയുന്നുണ്ട് 1795 എല്ലാം ഒരു വർഷത്തേക്കാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കുറവ് ഇതിൽ കാണിക്കുന്നത് നാഷണൽ ഇൻഷുറൻസ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അതിലും കുറഞ്ഞ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സെലക്ട് എ പ്ലാൻ എന്നുള്ളതിൻ്റെ മുകളിൽ കാണുന്ന കോൾ എസ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് സംസാരിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്ന് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം കുറഞ്ഞ് കിട്ടുന്നത് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതുമാണ്. അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നാഷണൽ ഇൻഷുറൻസിൻ്റെ 1393 മാത്രമുള്ള ഈ ഒരു ഇൻഷുറൻസാണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ ഡ്യൂറേഷൻ 1 ഇയർ കാണിക്കുന്നുണ്ട്. IDV 26,165 അത് വണ്ടിയുടെ റേറ്റ് ഇടുന്നതാണ്. അപ്പോൾ ഈ കോംപ്രഹെൻസീവ് പ്ലാനിലുള്ള നാഷണൽ ഇൻഷുറൻസിൻ്റെ ഈ ഒരു ഇൻഷുറൻസ്
നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഈ ബ്ലൂ കളറിലുള്ള ഏരോ കീ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെഹിക്കിൾ ഓണർ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ്. ഇവിടെ ടൈറ്റിൽ, ഫുൾ നെയിം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ നേരെ താഴെയായി ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നേരെ നമുക്ക് ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും മൊബൈൽ നമ്പറിൻ്റെ നേരെ തന്നെ. അതേപോലെ ഇമെയിൽ അഡ്രസ്സ് അടിച്ച് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ടു വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, അതേപോലെ തന്നെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ്, പ്രീവിയസ് പോളിസി എന്നാണ് എക്സ്പയറി ചെയ്തത് എന്നുള്ളതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഇൻ ലാസ്റ്റ് 1 ഇയർ, 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അത് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. വണ്ടിക്ക് എന്തെങ്കിലും ഫിനാൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അതായത് ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ തന്നെ കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്രൈസ് ചേഞ്ച് ആയി വന്നിട്ടുള്ളത്. അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞ ഒരു എമൗണ്ടിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ. 1393 ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്, 1421 ആയിട്ടുണ്ട്. ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ഏഡ് ഓണർ ഡ്രൈവർ PA കവർ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാകും. അതിൽ പറയുന്നത് എന്തെങ്കിലും ആക്സിഡൻറ്റ് പേഴ്സണലായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഓണർക്ക് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ എമൗണ്ട് കൊടുത്ത് ഇൻഷൂർ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് താഴെ കാണുന്ന എമൗണ്ട് ഏതെങ്കിലും വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസും കൂടെ ലഭിക്കുന്നതാണ്. എനിക്കത് വേണ്ട, അതുകൊണ്ട് ഞാനത് വിടുന്നു. പ്രീമിയം ഡീറ്റെയിൽ ഇവിടെ പറയുന്നുണ്ട്, 1421 എമൗണ്ട്. പിന്നെ GST കൂടെ വരുന്ന സമയത്ത് 256 രൂപ കൂടെ കൂടുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് 1677 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അതിൻ്റെ താഴെ വെഹിക്കിൾ ഓണർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഒരു കോളം കാണുന്നുണ്ട്. അത് ഏരോ കീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ കാണുന്നതാണ്. നേരെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിലുകളും ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ താഴത്ത് വെഹിക്കിൾ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്, ഇവിടെ എൻജിൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യം ശരിക്കില്ല, കാരണം കറക്റ്റ് തന്നെ ആയിരിക്കും എല്ലാം വന്നത്. നമ്മൾ നേരെ പേ നൗ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ പോളിസി ബസാർ ചോദിക്കുന്നുണ്ട് ഒരു പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു 15 മിനിറ്റ് സമയം നമുക്ക് തന്നിട്ടുണ്ട്. UPI ആണോ, അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ടാണോ, നെറ്റ് ബാങ്കിങ് ആണോ, ക്രെഡിറ്റ് കാർഡ് ആണോ, ഇനി ഏതെങ്കിലും വാലറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് UPI വെച്ച് ചെയ്യാം. അതാകുന്ന സമയത്ത് ഗൂഗിൾ പേ ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ചൂസ് പേയ്മെൻറ്റ് മോഡ് ചോദിക്കുന്നുണ്ട്, അതായത് ഏത് വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ഭീം UPI ഉണ്ട്, Paytm ഉണ്ട്. ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഗൂഗിൾ പേ തന്നെ കൊടുക്കുകയാണ്, കാരണം അതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ വന്നിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ പേയുടെ UPI ID എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഗൂഗിൾ പേ UPI ID എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഗൂഗിൾ പേന്ന് നമുക്ക് UPI ID സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ UPI ID. അത് ഇൻറ്റു ചെയ്യുന്നു. ഇവിടെ താഴെ എൻ്റർ യുവർ UPI ID എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ടാവും UPI ID എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ ആ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരിൻ്റെ താഴെയായിട്ട് UPI ID കാണിക്കുന്നുണ്ടാകും. അത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്താലും മതി. ഇനി അതല്ലാതെ എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ അടിച്ചു കൊടുത്താലും മതി. നേരെ നമ്മൾ എൻ്റർ യുവർ UPI ID എന്നുള്ളിടത്തിൽ അത് അടിച്ചു കൊടുക്കുന്നു.
ഇപ്പോൾ UPI ID നമ്മൾ അടിച്ചിട്ടുണ്ട്. സെലക്ട് ഹാൻഡിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ SBI ആണ്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ UPI ID ഫുള്ളായിട്ട് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം പേ എന്നുള്ളത് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ പോയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് നടത്തണോ എന്നാണ് ചോദിക്കുന്നത്. അത് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വന്നതാണ്. പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലുള്ള UPI പിന്ന് അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അത് ഗൂഗിൾ പേയുടെ UPI പിന്നാണ് അടിക്കേണ്ടത്. ആ 6 അക്കമുള്ള കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 1677 രൂപ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു മെസ്സേജും കൂടെ വന്നിട്ടുണ്ട്, പോളിസി ബസാറിൽ ഇത്ര പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരെ പോളിസി ബസാറിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ പോളിസി ബസാർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് KYC വെരിഫിക്കേഷൻ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞ് ഇവിടെ ബുക്കിംഗ് ID ഒക്കെ കാണിക്കുന്നുണ്ട്, ഒരു നമ്പർ. ഓക്കെ, അതിൻ്റെ താഴെ നമ്മൾ KYC ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നമ്പറും അതിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ പാൻ നമ്പർ തെറ്റാതെ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 ചേർത്തിട്ട് വേണം ഒരക്കമാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പം 10 എന്നാണെങ്കിൽ 10 എന്ന് മതി. പക്ഷേ 9, 8 ഒക്കെ ആണെങ്കിൽ 0 ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം അക്കം അടിക്കുക. അത്തരത്തിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ താഴെ കാണുന്ന കംപ്ലീറ്റ് KYC എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് റെഡിയായി കിട്ടും. ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് വി വേർ അണേബിൾ ടു ഫൈൻഡ് KYC. ഇത് അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരു ഡോക്യുമെൻ്റ് ഇതിലേക്ക് അയച്ചു തരണം കംപ്ലീറ്റ് KYCക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്ലോഡ് ഡോക്യുമെൻ്റ് ആൻഡ് കംപ്ലീറ്റ് KYC എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വേറെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, വാട്ട് ഈസ് ദ റൈറ്റ് വേ ടു അപ്ലോഡ് യുവർ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ്. അതൊന്ന് ടിക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോട്ടോ ക്ലിയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ബ്ലറോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ലൈറ്റുകൾ ഓവറായിട്ടോ ഒന്നും ഉണ്ടാവരുത്. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തുണികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ കൂടെ കൂടി പോകരുത് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നേരെ സ്ക്രോൾ ചെയ്ത് ഇവിടെ പറയുന്നുണ്ട് JPG, JPEG, PNG, PDF ഫോർമാറ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മൊബൈൽ എടുക്കുന്ന ഒരു ഫോട്ടോ എങ്ങനെയാണ് ഈ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവേ എല്ലാ ഫോണിലും സാധാരണ JPG ആയിട്ടാണ് സേവ് ആവുന്നത്. ഇനി അഥവാ വേറെ ഏതെങ്കിലും ഫോർമാറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അത് കണ്ടാൽ സാധാരണ ഫോട്ടോ നിങ്ങൾക്ക് ഈ ഫോർമാറ്റിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നുള്ളതിൻ്റെ താഴെ സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ എന്താണോ അപ്ലോഡ് ചെയ്യുന്നത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പാൻ കാർഡ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട്. പാൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഗാലറിയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്ത് ഫോട്ടോ ഇപ്പോൾ തന്നെ എടുക്കാനും സാധിക്കുന്നതാണ്. ഞാൻ ക്യാമറ സെലക്ട് ചെയ്യുന്നു. ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫോട്ടോ ആയിട്ടുണ്ട്, അത് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അഡ്രസ് പ്രൂഫിന് ഒരു ID പ്രൂഫ് കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആധാർ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ മാത്രം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി.
ഇവിടെ താഴെ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്ലോഡ് ഫ്രണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരെ ഗാലറിയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നേരെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വൃത്തിയിൽ നമ്മൾ ക്രോപ്പ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ബാക്ക് ഭാഗം അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ബാക്ക് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതും അപ്ലോഡായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്ക്രോൾ ചെയ്യുക. താഴെ ഒരു ടിക്ക് മാർക്ക് വരുത്തേണ്ടതുണ്ട്. അത് ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കൺഗ്രാജുലേഷൻസ് എന്ന് വന്നിട്ടുണ്ട്. യുവർ ബൈക്ക് ഈസ് ഇൻഷുർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ബുക്കിംഗ് ID നമ്പർ വെച്ചിട്ടുള്ള ഈ ഒരു ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽ വരുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പോളിസി നമ്പർ ഉണ്ട്, പ്ലാൻ ടൈപ്പ് ഉണ്ട്, ഏത് വർഷത്തേക്കാണ്, എത്ര വർഷമാണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണർ ഡ്രൈവർ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ 15 ലക്ഷത്തിൻ്റെത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പേ സെക്യൂർലി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പോളിസി ബസാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള പരിവാഹൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ 7 വർക്കിംഗ് ഡേയ്സ് വേണം ഇത് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഇൻഷുറൻസ് അടച്ചതിൻ്റെ ഡീറ്റെയിൽ അതിൽ വരാൻ വേണ്ടിയിട്ട് 7 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇന്ന് തൊട്ട് തന്നെ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. ആ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവാൻ 7 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ലീഗലി വാലിഡ് ആണ് ഈ ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള കോപ്പി മതിയാകും. നിങ്ങൾക്ക് ഇവിടെ പോളിസി ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് പോളിസി എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഇൻഷുറൻസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതൊന്നെങ്കിൽ ഫോണിൽ വെക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെയുള്ള ഇൻഷുറൻസ് തന്നെയാണ് ഇത്, ഒരു മാറ്റവുമില്ല. ജസ്റ്റ് അടുത്ത പേജ് നമുക്ക് കാണുന്നുണ്ട്. അതിൽ വാലിഡ് സിഗ്നേച്ചർ വരെ ഇവിടെ കാണിക്കുന്നുണ്ടാകും. വണ്ടിയുടെ ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് വളരെ ചെറിയ തുക കൊടുത്ത് നമുക്ക് പുതുക്കാനോ അല്ലെങ്കിൽ പുതിയത് എടുക്കാനോ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.